നമസ്കാരം. ചെറുവള്ളി തോമസ് കശീശയുടെ വിൽപ്പത്രത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നു അവർ 2002 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടേണ്ട സഭയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് കടിപിടി കൂടുന്നത്? ബലാത്കാരമായി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന പള്ളികളിൽ നിന്ന് ഒഴിഞ്ഞു മര്യാദ കാണിക്കണം. പുതിയ പള്ളികൾ വെച്ച് പുത്തൻ കുരിശ് സൊസൈറ്റി സഭയായിട്ട് അവനവന്റെ കാര്യം നോക്കി പോകണം. എന്തിനിങ്ങനെ നാട്ടുകാരെയും സർക്കാരിനെയും പറ്റിച്ച് പള്ളികളുടെ മുമ്പിൽ നാടകം കളിക്കുന്നു? പുത്തൻകുരിശ് സൊസൈറ്റി മറ്റൊരു സഭയാണ്. മലങ്കര സഭയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളോ അവകാശങ്ങളോ ഇല്ല. 1934 മലങ്കര സഭ ഭരണഘടന പ്രകാരം മാത്രമേ മലങ്കരയിലെ പള്ളികളിൽ ഭരണം പാടുള്ളൂ. സമാന്തര ഭരണം മലങ്കര പള്ളികളിൽ അനുവദിക്കില്ലെന്നാണ് കോടതി വിധി. പുത്തൻകുരിശ് യാക്കോബായ പാർത്രിയാക്കീസിന്റെ അടിമകളാണ്, മറ്റൊരു സഭയാണ്. അവർക്ക് പ്രത്യേകമായി 2002 രജിസ്റ്റർ ചെയ്ത ഭരണഘടനയുണ്ട്. അവർ അവരുടെ കാര്യം നോക്കി പോകട്ടെ. അവരെ മാടി വിളിക്കാനോ തടഞ്ഞു നിർത്താനോ ശ്രമിക്കുന്നത് നല്ലതല്ല. പുകഞ്ഞ പുള്ളി പുറത്ത്. കയ്യേറിയ പള്ളികളിൽ 2002 ഭരണഘടന അനുവദിക്കാൻ സാധിക്കില്ലെന്ന് കോടതി വിധി പ്രകാരം സർക്കാർ പറയണം. അല്ലാതെ നിയമവിരുദ്ധതയ്ക്ക് സർക്കാർ കുടപിടിക്കുകയല്ല വേണ്ടത്. സ്വന്തമായി പള്ളികൾ വെച്ച് പിരിഞ്ഞു പോകാൻ സർക്കാർ തന്നെ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അല്ലാതെ മലങ്കര സഭയുടെ പള്ളിമുറ്റത്ത് നാടകം കളിക്കുകയല്ല വേണ്ടത്. അല്ലാതെ ശ്രേഷ്ഠന്റെ വിൽപ്പത്രം അനുസരിച്ച് ഓർത്തഡോക്സ് പള്ളികളിൽ അക്രൈസ്തവർ വന്നുകൂടാ, യാക്കോ മതക്കാർ വന്നുകൂടാ, കമ്മ്യൂണിസ്റ്റുകാരോ നാസ്തികരോ കടന്നുകൂടാ എന്നൊന്നുമില്ല. പള്ളിയിൽ കൂടി നടക്കേണ്ടതുണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ വിശ്വാസം സ്വീകരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പള്ളിയിൽ അംഗത്വം എടുക്കേണ്ടതുണ്ട്. ഏതൊരു പൊതു പ്രസ്ഥാനത്തിലും എന്ന പോലെ സഭയുടെ 1934 ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. ഈ പള്ളികളിൽ വന്നവരും പോയവരും ഉണ്ടാകാം. അതുകൊണ്ട് ഇടവകയുടെ ഉടമസ്ഥാവകാശം മാറുന്നില്ല. പ്രൊട്ടസ്റ്റന്റിൽ പോയവരും അവിടെ നിന്ന് വീണ്ടും ചാടിയവരും ഒക്കെയുണ്ട്. വിവിധ കത്തോലിക്ക സഭകളിൽ പോയവരുമുണ്ട്. ലോകത്തൊരിടത്തും പള്ളിയിൽ നിന്നും പോയവർക്ക് പള്ളിയുടെ അവകാശം കൂടെ പോയ ചരിത്രമില്ല. ചിലപ്പോൾ അധിനിവേശ ഭരണത്തിൽ ബലാത്കാരമായി പിടിച്ചെടുത്ത ചരിത്രമുണ്ടാകാം. ഇതിലും ഉപരി എന്ത് പ്രധാനമാണ് സ്ഥിരം ശല്യക്കാരെന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ ഗതികെട്ട് വിധി എഴുതി നിരോധിച്ചു തള്ളിയ അടിമ യാക്കോ മതത്തിനുള്ളത്? ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ അടിമ കുഞ്ഞുങ്ങൾക്ക് കൊള്ളാം.